ഇതിപ്പോ അനീഷ് എഴുന്നേറ്റ് പൊടിയും തട്ടിക്കളഞ്ഞു പോയി. പക്ഷെ അനുമോൾ ഇതിപ്പോ കഥയുടെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതും ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളടുത്ത് കൂടി ഇപ്പൊ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അനീഷ് ഏട്ടൻ തന്നെ വിവാഹ അഭ്യർത്ഥനയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന ഒരു രഹസ്യത്തിലേക്ക്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് ലൈവ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വളരെ കാഷ്വൽ ആയിട്ട് നമ്മുടെ അനീഷും നമ്മുടെ ഷാനവാസും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അനുമോള് കയറി വരുന്നു. അനുമോൾ അവിടെ വന്നപ്പോഴത്തേക്കും അനീഷ് അങ്ങ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അനീഷ് ആ കൂട്ടത്തിൽ നിന്ന് അങ്ങ് മാറി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ അനാറൊക്കെ കൊണ്ടുവന്നിട്ട് അനീഷ് നമ്മുടെ അനുമോൾക്ക് കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായി. പക്ഷെ വലിയ സംഭവമൊന്നുമില്ല, പിണക്കമില്ല എന്ന് കാണിച്ച കണക്ക് തോന്നി എനിക്ക്. അതിനുശേഷം ഷാനവാസും ആദിലയും അനുമോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിനെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അനീഷ നടത്തത്തിന്റെ ഇടയിൽ നിന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ആദില പറഞ്ഞു, ദേ അനീഷേട്ടൻ പുറത്ത് ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഇടയിൽ ഈ അനുമോളോട് അനീഷേട്ടൻ മിണ്ടുന്നില്ല എന്ന് ഷാനവാസിന്റെ മുന്നിൽ വെച്ച് തന്നെ ആദിലയും അനുമോളും ഒക്കെ പറഞ്ഞിട്ട് എന്നോട് മിണ്ടുന്നില്ല ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അനീഷേട്ടാ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവിടെ അനീഷ് ഒന്നും പറഞ്ഞില്ല, തമാശയായിട്ട് കണ്ടു. എന്നിട്ടാണ് പുറത്തു പോയി ആ ഊഞ്ഞാലിൽ വന്ന് ഒറ്റയ്ക്കിരുന്നത്. അപ്പം അങ്ങനെ പോയി ഇരുന്നപ്പോഴത്തേക്ക് അനുമോള് പിന്നാലെ നാണിച്ച് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ അനുമോളുടെ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുവാണ്. വളരെ പക്വതയായിട്ട് പെരുമാറേണ്ടത് അനുമോളും കൂടിയായിരുന്നു. അപ്പൊ അനുമോൾ അതിനെ പിന്നെ നെഗ്ലക്ട് ചെയ്യാതെ വീണ്ടും എന്തോ അനീഷിന്റെ അടുത്ത് ഒരുമാതിരി നമ്മൾ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ കാണുന്ന പോലെ പ്രപ്പോസ് ചെയ്ത് അവനവിടെ പോയി. പിന്നെ ഈ പെങ്കൊച്ചെന്തിനാണ് ചുമ്മാ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ പോകുന്നത്? പിന്നെ അങ്ങോട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. എന്തായാലും അനുമോൾ വീണ്ടും അനീഷിന്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കണം. അത് അനുമോൾ വന്നിരുന്നപ്പോ തന്നെ അനീഷ് ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഇതായിരുന്നു എക്സ്പ്രഷൻ. എന്നിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അനീഷ് പതുക്കെ എഴുന്നേറ്റിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അത് ക്ലോസ് ചെയ്തു. വളരെ മാന്യമായിട്ട് അനീഷ് അതവിടെ പറഞ്ഞു. എനിക്ക് അനീഷിന്റെ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇനി ആ ചാപ്റ്റർ സംസാരിക്കേണ്ട, അതവിടെ ക്ലോസ് ചെയ്തു, കഴിഞ്ഞു, ഇനി ഒന്നും പറയണ്ട. എന്തായാലും ഒരു നോ കിട്ടി എന്നുള്ളത് അനീഷിന് മനസ്സിലായി, അതൊരു നോയാണ്, അത് കഴിഞ്ഞു, മതി. പിന്നെ നോ പറഞ്ഞു, അത് കേട്ടു. ഇനി അങ്ങോട്ട് അനീഷ് അനുമോളെടുത്ത് അങ്ങ് മിണ്ടണം എന്ന് പറയുന്നത് അത് അനീഷിന്റെ സ്വാതന്ത്ര്യമല്ലേ, അത് അനുമോള് പ്രഡിക്റ്റ് ചെയ്യാനോ പറയാനോ പാടില്ലല്ലോ. അപ്പം അനുമോള് ചമ്മി വീണ്ടും അനീഷിന്റെ അകത്ത് വന്നപ്പോഴത്തേക്കും അനുമോള് ചമ്മി നാറി കണക്ക് ഈ പറയുന്ന ഷാനവാസിന്റെയും ആദിലയുടെ അടുത്തേക്ക് വരികയാണ്. ഇതിന്റെ ഇടയിൽ ഷാനവാസ് കുത്തി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്തുവാണ് എന്നൊക്കെ. അപ്പം ഈ ആദിലയുടെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ നമുക്കൊന്ന് കടന്നു കയറി ചിന്തിക്കാൻ തോന്നും. അതേപോലെ തന്നെ ഷാനവാസും ഒന്ന് കടന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി എങ്ങാനും അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതവിടെ ഡയറക്റ്റ്ലി പറയുന്നില്ല. അങ്ങനെ അനുമോളും ആദിലയും വീണ്ടും ഷാനവാസിനടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവരങ്ങനെ ഫണ്ണൊക്കെ പറഞ്ഞ് നൈസായിട്ട് എന്തായാലും നാളെ ലാലേട്ടൻ വരുമ്പോൾ എല്ലാവരും അറിയല്ലോ, എന്നാൽ പിന്നെ ഷാനവാസക്കടുത്ത് പറയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് അങ്ങോട്ട് ഡിസ്ക്ലോസ് ചെയ്തു. അതായത് ഇങ്ങനൊരു പ്രപ്പോസൽ നടന്നു എന്നൊക്കെ. അപ്പൊ അതിനിടയിൽ കൂടെ ഒരു വലിയൊരു ഡയലോഗ് ഷാനവാസ് പറയുന്നുണ്ട്, അനീഷ് ഇപ്പം നല്ല ക്യാരക്ടറായി മാറിയല്ലോ, അതായത് വന്ന സമയത്ത് എന്തോ ഒരു മോശമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വന്ന സമയം തൊട്ടേ അനീഷിന് എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ അടുത്തിടയ്ക്കാണ് ഈ റെപ്പറ്റീഷൻ നമ്മളിൽ കേട്ട് റെപ്പറ്റീഷൻ ഒരു വെറുപ്പീര് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച അനീഷ് ഷാനവാസ് നന്നാക്കിയ ഒരു അനീഷാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പൊ അനീഷ് ഇത്ര നല്ലവനായത് അത് ഞാനാണ്, അതിന്റെ കാരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് തള്ളുന്നുണ്ടായിരുന്നു. എന്തായാലും ശരി, ഷാനവാസ് ഇപ്പൊ ഇത് അറിഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ഇത് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് വരുമോ, അങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കുമോ? ചിലപ്പോൾ എന്തായാലും അനുമോളോട് ചോദിക്കും, എന്താണ് അനീഷുമായിട്ട് ഇപ്പൊ എന്താണ് പിണക്കം എന്ന് ചിലപ്പോൾ അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ അന്നേരം അത് ലാലേട്ട, അത് ഇവിടെ ആർക്കും അറിയത്തില്ല ലാലേട്ട, അത് അനീഷേട്ടൻ ഒരു പ്രാങ്ക് ചെയ്യാൻ നോക്കി, അത് അനീഷേട്ടനെ അറിയാം, അനീഷേട്ടൻ പറയട്ടെ, ഇതായിരിക്കും മിക്കവാറും അനുമോൾ പറയാൻ പോകുന്നത്. അനീഷ് എപ്പോഴും സീരിയസ് ആയിട്ട് അത് ലാൽ സർ, അത് ഞാനൊരു കാര്യം ചോദിച്ചു, അത് ഓക്കെ അല്ല എന്ന് അനുമോള് പറഞ്ഞു. ഞാൻ ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്തു, എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ഞാനത് അന്വേഷിക്കുന്നില്ല ലാലേട്ടാ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ലാലേട്ടാ.
അപ്പോഴത്തേക്ക് അനുമോൾ പെടും. മിക്കവാറും നാളത്തെ ദിവസം അനുമോൾ ഫ്രൈ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ലാലേട്ടൻ ചോദിക്കും മിക്കവാറും ഇതൊക്കെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അന്നേരം തന്നെ എനിക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ആദിലെടുത്ത് നൂറെടുത്ത് പറഞ്ഞു. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് ഷാനവാസിക്കടുത്ത് പറഞ്ഞു എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇനി ഷാനവാസിന് ഈ രഹസ്യം സൂക്ഷിച്ച് ഇനി എത്ര പേര് ഇത് അറിയും എന്നുള്ളത് അതും നമുക്ക് നാളെ അറിയാം. അപ്പോൾ ഏതായാലും ശരി, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് ഇനി നാളത്തെ 2 ദിവസമാണ് ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു ദിവസം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാലെ വീക്കാണ്. ഏതായാലും ശരി, നിങ്ങളുടെ കമന്റ്സുകൾ പോരട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.